ഈ ബുദ്ധി നേരത്തെ പ്രയോഗിക്കേണ്ടതായിരുന്നു. ഒരു കുപ്പി കള്ളിൽ ഒടുങ്ങിയനല്ല. ഉപേന്ദ്ര, നീ എൻ്റെ അനിയനാടാ. നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുകയും നമ്മളെ സ്നേഹിക്കാൻ മനസ്സുള്ളവരുടെയും കൂടെയാ നമ്മൾ ജീവിക്കേണ്ടത്. ചന്ദ്രക്കാരത്തി ഭാഗ്യവതിയാ. പിന്നെ അമ്പിളിമാമനെ പിടിച്ചു തരണമെന്ന് പറഞ്ഞാലും ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് സങ്കടപ്പെടുത്താതെ പറയുന്നൊരേട്ടനും. ഇങ്ങനാരും എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അവള് പറഞ്ഞല്ല ശരിയാ. നമ്മൾ നമ്മുടെ പെണ്ണിനെ ഒരുത്തനെ കെട്ടിച്ചു കൊടുക്കുമ്പോ അവനെ കുറിച്ച് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. പപ്പനെ എന്റെ മോക്ക് വേണ്ടി കണ്ടെത്തിയത് എന്റെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ പരാജയ. അവനെ പറഞ്ഞു നേരെയാക്കാൻ പറ്റുന്നവനാണോ? എങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാന്നേ. എന്റെ സ്വഭാവത്തിന് അടി കൊടുക്കേണ്ടായിട്ടാ. ആ, അതിന് നമുക്ക് ആളെ വിളിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വേലായുധേട്ടൻ പറഞ്ഞാ മതി. പറഞ്ഞോ പറയിപ്പിച്ചോ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നന്നാക്കിയെടുക്കാന്നേ. അല്ല, അതവിടെ നിൽക്കട്ടെ. ഉടനെ ഞങ്ങൾക്കൊരു കല്യാണ സദ്യ ഉണ്ടല്ലോ. എന്തായാലും കല്യാണം ഉണ്ടാവും. സദ്യയുടെ കാര്യമല്ലേ, അത് നമുക്ക് ആലോചിക്കാം. കല്യാണമല്ല പ്രധാനം, അത് കഴിഞ്ഞുള്ള അവരുടെ ജീവിതമാണ് പ്രധാനം. എല്ലാം ശരിയാവുന്നേ. റാണിയുടെ കാര്യവും നമുക്ക് ശരിയാക്കാം. ഏട്ടാ, അമ്പരുന്ന് നോക്കണ്ട, ഇത് നമ്മുടെ തന്നെ റിസോർട്ടാ. ആണോ? ആ എന്റെ ഏട്ടാ, ഈ സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ഈ ഭൂമിയിൽ തന്നെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാ. എന്നെ സംബന്ധിച്ച് കുറച്ചു കാലം ഞാൻ നരകത്തിലായിരുന്നു. ആ സമയത്താ ഈ വേണ്ടാത്ത തോന്നലുകളൊക്കെ തോന്നുന്നത്. എന്റെ ഏട്ടാ, മറ്റുള്ളവരെ ദ്രോഹിക്കാനും അവരുടെ സങ്കടം കണ്ട് സന്തോഷിക്കാനും ഒക്കെ പറ്റുന്നതും ഈ സമയത്താ. ഞാൻ എന്റെ ഏട്ടനെയും ഏട്ടത്തി അമ്മയൊക്കെ ദ്രോഹിച്ചതും അതൊക്കെ കൊണ്ട് തന്നെയാ. പക്ഷേ ഇപ്പൊ ഞാൻ സ്വർഗത്തിലാ. ഏറെക്കാലം സന്തോഷത്തോടെ ബന്ധുമിത്രാദികളെയൊക്കെ കണ്ടുകൊണ്ട് ഞാനിപ്പോ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ വിധി അതിന് അനുവദിക്കുന്നില്ല. ഒന്ന് മനസ്സ് തുറന്ന് ഉള്ളിലെ സങ്കടം ഒന്ന് ഇറക്കി വെക്കാൻ, അതിനുവേണ്ടി മാത്രമാണ് ഏട്ടാ ഞാൻ ഏട്ടനെയും കുട്ടി ഇങ്ങോട്ട് വന്നത്. എന്റെ സങ്കടങ്ങൾ എന്റെ ഏട്ടനോടല്ലാതെ ഞാൻ പിന്നെ ആരോട് പറയാനാണ്? ഉപേന്ദ്ര, ഈശ്വരനെ നിന്നോടുണ്ട്. നിനക്കേ ഒന്നും വരത്തില്ല, ഒന്നും വരത്തില്ല. മരിക്കാൻ എനിക്ക് ഭയമൊന്നും ഇല്ല ഏട്ടാ. ജനിച്ചാൽ എന്തെങ്കിലും ഒരിക്കൽ മരിക്കണം. ഒരൊറ്റ സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ ഏട്ടന്റെ മനസ്സിൽ എന്നോടുള്ള വഴക്ക് മാറണം. എനിക്ക് അത്രേ ഉള്ളൂ. സാർ, ഒരു കുപ്പി വെള്ളവും സോഡയും കൂടി വേണം. ശരി സാർ. ആ, പിന്നെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് ചിയേഴ്സ് പറഞ്ഞ് ഒരല്പം മദ്യം കഴിക്കണം. അതൊന്നും പറ്റില്ല, അതൊന്നും പറ്റില്ല. അത് ഭാമി അറിഞ്ഞാ അത് മതി. പിന്നെ എന്നെ പുറത്തോട്ടൊന്നും എടുത്തില്ല. എന്റെ ഏട്ടാ, ഇതൊരു സ്പെഷ്യൽ സാധനമാ. മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാ. എനിക്ക് മാത്രം കഴിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഏൽപ്പിച്ചിരുന്നതാ. ഏട്ടൻ ഇതിന് അല്പം കുടിച്ചു നോക്കിയേ, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്ക്. വിഷമങ്ങളൊക്കെ മാറാൻ ഇവ നല്ലൊരു മരുന്നാ. അല്ലോ പറ്റില്ല. ഇതുവല്ലോ ഭാമി കൊണ്ട് അറിഞ്ഞാലേ. ഏട്ടത്തി അറിയാതിരിക്കാൻ ഇതിനൊപ്പം 2-3 ഏലയ്ക്ക കൂടെ കഴിച്ചാൽ മതി. ഏട്ടത്തിയമ്മ തലകുത്തി നിന്നാലും ഇതിന്റെ മണം കിട്ടുകയില്ല. എന്നാലുവേ ശരിയാവത്തില്ല, ശരിയാവത്തില്ല. വേണ്ട. ഏട്ടനങ്ങ് പിടിച്ചേ. എടുക്കാത്ത ഏട്ടാ, എടുക്കേട്ടാ. പിടിക്കേ, പിടിക്ക്. അങ്ങനെ കൈങ്ങെടുത്ത്, കൈങ്ങെടുത്ത് ഒന്ന് പിടിക്കേട്ടാ. അങ്ങനെ. അപ്പോ വർഷങ്ങൾക്ക് ശേഷം ചിയേഴ്സ്.
ഈ അനിയന്റെ ആഗ്രഹം നടത്തിയിട്ട് മതി ബാക്കിയുള്ളത് എന്തും. ഒന്നുമില്ലേലും ഞാൻ ഇനി എത്ര കാലം ഉണ്ടാവും ഏട്ടാ. Cheers. കഴിക്കേട്ടാ, കഴിക്കേ. ഇത് മതി, ഇത് മതി. ഇപ്പോഴത്തേക്ക് ഇത് മതി. ഇനി ഭക്ഷണം കഴിച്ചിട്ട് ആ കഴിക്കേ. സംഗതി കൊള്ളാം. അത് പറ, ഇവൻ ആള് പുലിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഉം. ആ ഇനി മദ്യത്തിനോടൊപ്പം ഇതും കൂടി ഒന്ന് കഴിക്കേ. നീ എന്നെ സ്നേഹിച്ചു കൊല്ലുമല്ലേ? ആ അങ്ങനെ ഏട്ടൻ പറയരുത്. ഉം? ആ മരണം ആ വാക്ക് നമുക്ക് വേണ്ട. ഇനി എത്രയും കാലം ജീവിക്കാമോ അത്രയും കാലം ഏട്ടൻ ജീവിക്കണം. എനിക്കും അതിന് കഴിയുന്നില്ല. എന്റെ ഏട്ടനെങ്കിലും ജീവിക്കണം. എടാ മോനെ, നീ ഇനി ഇങ്ങനൊന്നും പറയല്ലേ. ഈ ഏട്ടന് സങ്കടാവൂടാ. എങ്കിൽ എന്റെ സന്തോഷത്തിന് ഇതും കൂടി ഏട്ടൻ അടിക്കണം. എടാ കുറി പോടാ. എടാ മണം ഉണ്ടാവും, മണം വരും. ഏലക്കയല്ലേ ഏട്ടാ നമ്മുടെ കയ്യിലിരിക്കുന്നേ. ഏട്ടൻ കുടിക്ക്. ഏട്ടത്തിക്ക് ഒരു സംശയം ഉണ്ടാകാത്ത രീതിയിൽ ഏട്ടനെ ഞാൻ വീട്ടിലെത്തി. നീ എൻ്റെ ഉള്ളപ്പം എനിക്കെന്താ പേടിക്കാനുള്ളേ? ആ കുടിക്കേട്ടാ, അടിക്കേട്ടാ, അടിക്കേ. ഈ ബുദ്ധി നേരത്തെ പ്രയോഗിക്കേണ്ടതായിരുന്നു. ഒരു കുപ്പി കള്ളിൽ ഒടുങ്ങിയനല്ല. ഉപേന്ദ്ര, നീ എൻ്റെ അനിയനാടാ. ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ പറ്റിയില്ലേ? ഇല്ല. പിന്നെത് എന്ത് ചെയ്തു? വീണ്ടും ഇവിടെ കൊണ്ടുവന്നു വെച്ചോ? അത് പാപനാശിനി പുഴയെ തന്നെ ഒഴുകിപ്പോയെന്നാ പറഞ്ഞത്. അതെന്തായാലും നന്നായി, ഒഴുകിപ്പോയല്ലോ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു, അങ്ങനെ കരുതി സമാധാനിക്കാലോ. അവരിതിനായി ഇവിടുന്ന് പോകുമ്പോഴേ ജ്യോത്സ്യം പറഞ്ഞിരുന്നു അത് നടക്കാൻ പാടില്ലെന്ന്. അതതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോ ഒഴുകിപ്പോയെന്ന് പറഞ്ഞത്? നിമഞ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ജലത്തിൽ ലയിപ്പിക്കുക. അതവിടെ നടന്നില്ല. പിന്നെങ്ങനെയാ അസ്ഥി നിമഞ്ജനം ചെയ്തു എന്ന് പറയുന്നേ? നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പിന്നീടുള്ള ജീവിതത്തിൽ അത് പല അനർത്ഥങ്ങളും ഉണ്ടാക്കും.